ശങ്കർ സംവിധാനം ചെയ്ത് രാംചരൺ തേജ, കിര അദ്വാനി, അഞ്ജലി സമുദ്രകനി, എസ്.ജെ. സൂര്യ, ജയറാം, ശ്രീകാന്ത്, സുനിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഗെയിം ചേഞ്ചർ. ഈ സിനിമ തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ ഒരു അടിയുണ്ട്. ഹെലികോപ്റ്ററും ട്രെയിനും തമ്മിലുള്ള ഒരു സീനുണ്ട്. എൻ്റെ മോനെ ഒന്നും പറയണ്ട. പിന്നെ തെലുങ്ക് സിനിമയല്ലേ, ഇതെല്ലാം അതിൻ്റെ അപ്പുറേ നടക്കുന്നുള്ളതുകൊണ്ട് അണ്ട് സിനിമ കാണാണ്ടിരുന്ന്. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിയാണ്. പിന്നെ കണ്ട് സിനിമേൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ശങ്കറിൻ്റെ സിനിമ അല്ലെന്ന് വിചാരിച്ചിട്ട് കണ്ടതാണ്. ഇത് ശങ്കറിൻ്റെ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ 2-ന് ശേഷം പിന്നെ ഒരു സിനിമ കണ്ട് ഒരു ക്ലിക്കാവണില്ല. ശങ്കറിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമ വലിച്ച് നീട്ടി ബോറടിപ്പിച്ചിട്ട് കണ്ടാറടങ്ങും. പിന്നെ എന്താണ്, സിനിമ കാണാനൊരു കളർഫുൾ സിനിമ ആണ്. കഥ ഒന്നും വലിയൊരു സുഖമുള്ളതല്ല. ഒരു എന്തൊക്കെയോ കാണിച്ചിരിക്കുന്ന കഥ, എന്തൊക്കെയോ കുറേ കളക്ടറും IPS-ഉം രാഷ്ട്രീയം ഒക്കെ കൂടി മൊത്തത്തിൽ എന്തൊക്കെയോ കാട്ടിയിട്ടുണ്ട്. കുറേ ടൈമും ഉണ്ട് സിനിമയിൽ. നല്ലത് എന്ന് പറയാൻ സിനിമത്തെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എസ്.ജെ. സൂര്യ ഒരു രക്ഷയില്ല, അടിപൊളി തന്നെ അടിപൊളിയുണ്ട്. അതേമാതിരി രാംചരൺ തേജയും നന്നായിട്ടുണ്ട്. പിന്നെ നല്ല ഡാൻസ് ഉണ്ട്, പാട്ടുകളുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സീൻസൊക്കെ കാണുമ്പോൾ സനി ശങ്കറിൻ്റെ സിനിമ പോലെ തന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ടിലെ ഇമേജും ഒരു വ്യത്യസ്തമായ കുറേ ഇമേജ് എല്ലാ സിനിമയിലുള്ള പോലെ തന്നെ. പിന്നെ ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് സോങ് എന്ന് പറഞ്ഞിട്ട് സോങ്ങൊന്നും ഇതിലില്ല. ഒരു സോങ് ഉണ്ട്, ആ സോങ് കാതലത്തെ പെട്ടറപ്പ് പോലത്തെ ഒരു സോങ്ങാണ്. പിന്നെ ഒരു നല്ലൊരു സോങ് എന്ന് പറയാൻ ശങ്കറിൻ്റെ എല്ലാ സിനിമയിലും ഒരു നല്ലൊരു സോങ്, അങ്ങനെ സോങ്ങൊന്നും ഇതിൽ ഞാൻ കണ്ടില്ല. ഈ സിനിമയിൽ സുനിൽ ഒരു കോമഡിയനായിട്ടാണ്. സുനിൽ ഒരു സൈഡ് വലിഞ്ഞിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ്. സിനിമ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ ജയറാം ഒരു തനി ഊള കോമഡി ആക്ടറായിട്ടാണ്. ഒരു തീരെ പോരാ ജയറാമിൻ്റെ കോമഡിയൊക്കെ, ഒരു ഊള കോമഡി ചെയ്യുന്ന ഒരാളായിട്ട്. പിന്നെ കിര അദ്വാനി നന്നായിട്ടുണ്ട്, റൊമാൻസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ BGM-ഉം ഇതൊക്കെ നല്ല രസമുള്ള തന്നെയാണ്. അതിൻ്റെ കളർഫുള്ളൊക്കെ നല്ല രസമുണ്ട്, കണ്ടിരിക്കാൻ പറ്റിയ സിനിമ. അത്ര സിനിമ കുറേ ടൈം ഉണ്ടെന്നുള്ളൂ. കണ്ടിരിക്കാൻ ഒന്നുമില്ല, പക്ഷേ ടൈമാണ് പറ്റാത്തത്. രാംചരൺ തേജ ഒരു കളക്ടറായിട്ടാണ് സിനിമയിൽ. ഒരു കറപ്ഷനും ഒന്നും ഇല്ലാത്ത ഒരു കളക്ടറായിട്ടാണ്. ആദ്യം IPS-കാരനായിരിക്കും, പിന്നെ കളക്ടറാവും, പിന്നെ മന്ത്രി ആവും, പിന്നെ വീണ്ടും കളക്ടറിനാവും. അങ്ങനെയാണ് കഥ പോകുന്നത്. ഒരുമാതിരി കഥയാണ്. കഥക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. സാധാരണ ശങ്കറിൻ്റെ സിനിമയിലുള്ള തന്നെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സെയിം സംഗതികൾ തന്നെ, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഇന്ത്യൻ 2-ലുള്ളൊക്കെ എന്താണോ അതന്നെ അതിലുള്ളത്, അതിലൊന്നും മാറ്റമൊന്നുമില്ല. അതേ ഒരു ഇത് പ്രത്യേകിച്ച് ഒരു നല്ല കഥ ആണ്. പക്ഷെ കുറേ സിനിമ ബോറടിപ്പിക്കണ ഇത് വലിച്ചു നീട്ടിയോണ്ടോ വല്ലാതെ വലിച്ചു പോയി. ഇതൊക്കെ നേരത്തെ തീർക്കേണ്ടായിരുന്നു. ഹാഫ് ടൈം വരെ കുറച്ച് കണ്ടിരിക്കായിരുന്നു, ഒന്ന് സഹിച്ചിരിക്കും. ഹാഫ് ടൈമിന് ശേഷം ഭയങ്കര ബോറിംഗ് ആണ് സിനിമ. ഞാനിപ്പോൾ അടുത്താണ് ഈ കിച്ച സുദീപിൻ്റെ മാക്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നത്. ആ സിനിമ ഒരു വേറെ ലെവലാണ്. എന്താ മൂവി അറിയോ, എന്ത് രസമുള്ള മൂവിയാണ്. അതിൻ്റെ അടുത്തൊക്കെ ഇത് 7 അയലത്ത് എത്തൂല. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പുതിയ സിനിമ വിശേഷം ഉടൻ